കെ.സി. വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിൽ സജീവമാണ് ഇന്ന് നല്ല റെഡ് അലർട്ട് എന്ന് പറയുന്നത് അല്ലേ? നോക്കണം മഴ പെയ്യുന്നു. ഇന്ന് നല്ല റെഡ് അലർട്ട് എന്ന് പറയുന്നത് അല്ലേ? നോക്കണം മഴ പെയ്യുന്നു. കണ്ടത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പ്രതികരണമാണ്. മാധ്യമപ്രവർത്തകർ വി.ഡി. സതീശനോട്, പ്രതിപക്ഷ നേതാവിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. കേരളത്തിൽ കെ.സി. വേണുഗോപാൽ സജീവമാണല്ലോ, അധികം സജീവമായി കേരളത്തിലുണ്ടല്ലോ എന്ന ചോദ്യമാണ് ചോദിച്ചത്. ആ ചോദ്യത്തിനാണ് അദ്ദേഹം മറുപടി നൽകിയത്. ആ മറുപടിയാണ് പ്രേക്ഷകർ കണ്ടത്. അതിൽ ആ മുദ്ര പ്രത്യേകം ശ്രദ്ധിക്കണം, ആ ആക്ഷൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നുകൂടി കാണാം. കെ.സി. വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിൽ സജീവമാണ് ഇന്ന് നല്ല റെഡ് അലർട്ട് എന്ന് പറയുന്നത് അല്ലേ? നോക്കണം മഴ പെയ്യുന്നു. ഇന്ന് നല്ല റെഡ് അലർട്ട് എന്ന് പറയുന്നത് അല്ലേ? നോക്കണം മഴ പെയ്യുന്നു. വി.ഡി. സതീശന്റെ പ്രതികരണത്തിന് മുമ്പ് മാധ്യമപ്രവർത്തകർ കെ.സി. വേണുഗോപാലിനെ കണ്ടിരുന്നു. കെ.സി. വേണുഗോപാലിനോട് ചോദിച്ചത് കേരളത്തിൽ സജീവമാണല്ലോ എന്നാണ്. അതിന് അദ്ദേഹം നൽകിയ മറുപടിയുണ്ട്. കേരളത്തിൽ ഞാൻ സജീവമല്ലേ എന്ന ചോദ്യമായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞു, ആലപ്പുഴയിൽ നിന്ന് തെരഞ്ഞെടുത്ത ജനപ്രതിനിധിയല്ലേ ഞാൻ എന്നുകൂടി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം പറയുകയാണ്, ഞാൻ കേരളത്തിൽ സജീവമാകുന്നത് ഈ സർക്കാരിനെ താഴെ ഇറക്കാനാണ്. അതിനുശേഷം പറയുന്ന ഒരു വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. ആകാശത്തേക്ക് വിരൽ ചൂണ്ടി ഏത് ആക്ഷനാണോ, മുദ്രയാണോ വി.ഡി. സതീശൻ കാണിച്ചത്, അതേ മുദ്ര തന്നെയാണ് കാണിക്കുന്നത്. കെ.സി. വേണുഗോപാലും കണ്ടു നോക്കും. ഞാൻ കേരളത്തിലല്ലേ, ഞാൻ ആലപ്പുഴയിൽ നിന്നുള്ള ജനങ്ങൾ ജയിപ്പിച്ച എം പി അല്ലേ. കേരളത്തിൽ ഞാൻ സജീവമായിട്ടുണ്ടാവും. പക്ഷേ ഏതെങ്കിലും കസേര നോക്കിയിട്ടുള്ള സജീവത്വമല്ല, പാർട്ടിയെ ശക്തിപ്പെടുത്തി പാർട്ടിയെ വിജയിപ്പിക്കാൻ, UDF വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സജീവത്വമാണ്. ഞാൻ കേരളത്തിൽ സജീവമായിട്ടുണ്ടാവുന്നത് മാർക്സിസ്റ്റ് പാർട്ടി അധികാരത്തിൽ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും പറയുന്നു, ഏതെങ്കിലും കസേര നോക്കിയിട്ടല്ല ഞാൻ സജീവമാകുന്നത്. കളി മുദ്രയിലാണ്. ആകാശത്തേക്ക് വിരൽ ചൂണ്ടിയുള്ള മുദ്ര. ഏതാണ് ആ മുദ്ര എന്ന് ചോദിച്ചാൽ മറുപടി പറയേണ്ടത് കെ.സി. വേണുഗോപാലും വി.ഡി. സതീശനുമാണ്. പക്ഷേ രാഷ്ട്രീയ നിരീക്ഷകർ അതിന് ഒരു പ്രത്യേകത കാണുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ആ ചൂണ്ടൽ മുഖ്യമന്ത്രി കസേരയിലേക്കാണ് എന്ന്. ആ നീക്കം കേരളത്തിലെ മുഖ്യമന്ത്രിയാകുക എന്നതാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്ന അമിത ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പ് ഉള്ളത്. UDF നേതാക്കളെല്ലാം അത് പങ്കുവെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനകത്ത് വലിയ അടി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നതിനെ കുറിച്ച്. വി.ഡി. സതീശനാണ് സ്വാഭാവികമായും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകേണ്ടത്, കാരണം പ്രതിപക്ഷ നേതാവായതുകൊണ്ട്. എന്നാൽ പ്രതിപക്ഷ നേതാവിനെ വെട്ടി കെ.സി. വേണുഗോപാൽ തന്നെ നേരിട്ട് കേരളത്തിലേക്ക് ഇറങ്ങുന്നു എന്ന സംശയമാണ് ഉയരുന്നത്. കാരണം KPCC പിടിച്ചടക്കി കഴിഞ്ഞു കെ.സി. വേണുഗോപാൽ. പോഷക സംഘടനകൾ മുഴുവൻ കെ.സി. വേണുഗോപാലിന്റെ കയ്യിലായി കഴിഞ്ഞു. ഇനി എനിക്ക് മുഖ്യമന്ത്രി കസേര തന്നെയാണ് വേണ്ടത്. അതിനുള്ള നീക്കങ്ങൾ തുടങ്ങി കെ.സി. വേണുഗോപാൽ. അതാണ് കെ.സി. വേണുഗോപാലിന്റെ മുദ്രയുടെ രഹസ്യം. ആ മുദ്രയെ എന്ന് വെച്ചാൽ കെ.സി. വേണുഗോപാലിന്റെ മുദ്രയെ പരിഹസിക്കുന്നതാണ് വി.ഡി. സതീശന്റെ മുദ്ര. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനകത്ത് കാര്യങ്ങൾ സുഗമമല്ല എന്ന് ഇപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാകും. കാരണം അടിമൂക്കുകയാണ് കോൺഗ്രസിനകത്ത് എന്നർത്ഥം.